എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 4ാം ക്ലാസ്സിലെ EVSൻ്റെ തേർഡ് യൂണിറ്റ് ആണെന്ന് എടുക്കുന്നത്. ഇതിൽ കണ്ടോ, ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പിക്ചേഴ്സ് ബേഡ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് എങ്ങനെയൊക്കെയാണ് അവർ ഡിഫറെൻറ്റ്, ഇൻ വാട്ട് വേസ് ഡു ദ ബേഡ്സ് ഇൻ ദ പിക്ചർ ഡിഫറെൻറ്റ്. അപ്പോൾ ഈ ബേഡ്സിന് കാണുന്ന ഡിഫറൻസ് എന്താണ്? അപ്പോൾ എല്ലാ ബേഡ്സും ഒരേപോലെ ആയിരിക്കില്ല. ശരീരഘടനയും കൊക്കും തൂവലുകളും കാലുകളൊക്കെ മാറ്റം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് ഇതാണ്. കളർ ഓഫ് ദയർ ഫെദേഴ്സ് എഴുതുക, അതിലുണ്ട്. ടെക്സ്റ്റിലുണ്ട്. ഷേപ്പ് ഓഫ് ദ ബോഡി, പിന്നെ ഇൻ സൗണ്ട് ആൻഡ് ക്യാരക്ടർ, സൗണ്ടും സ്വഭാവവും വ്യത്യാസം ഉണ്ടാവും. ഷേപ്പ് ഓഫ് ദ വിങ്സ്, ചിറകുകൾക്കും അതേ വ്യത്യാസമുണ്ട്. പിന്നെ ബീക്സും ലെഗ്സും, ചുണ്ടുകളും കാലുകളൊക്കെ എല്ലാ പക്ഷികളും വ്യത്യസ്ത തരത്തിലാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് പക്ഷികളിൽ കാണുന്ന കോമൺ ക്യാരക്ടർ, അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കാം. ദേ ഹാവ് ഫെദേഴ്സ് ഓൺ ദെയർ ബോഡി, ദേ ലേ എഗ്സ്, പിന്നെ ദേ ഹാവ് വിങ്സ്, എ ടെയിൽ ആൻഡ് എ ബീക്ക്, ദേ ഹാവ് 2 limbs, still many of them fly. It is easy to identify many birds from their sound. They make nest for laying eggs. മുട്ടയിടാനായിട്ട് അവർ കൂടുകളൊക്കെ നിർമ്മിക്കാറുണ്ട്. പിന്നെ സൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബേഡ്സിനെ തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ ടെയിലും വിങ്സും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ ബേഡ്സിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാട്ട് തിങ്സ് ഷുഡ് ബി ഒബ്സർവ്ഡ്? പ്ലേസ് വേർ ദ ബേർഡ് ഈസ് സീൻ, ടൈം വെൻ ഇറ്റ് വാസ് സീൻ, സൈസ്, കളർ, നെക്സ്റ്റ് സൗണ്ട്, സൈസ് ഓഫ് legs, length, color, number of toes, size and color of eyes, characteristics of feathers, style of flying. ഇതൊക്കെ വ്യത്യാസമുണ്ടല്ലേ ഓരോ ബേഡ്സിനും. അപ്പം അതിൻ്റെ കൂടെ എവിടെയാണ്, അതിനെ കാണുന്ന സ്ഥലം എവിടെയാണ്, പിന്നെ ഏത് സമയത്താണ് അതിനെ കാണാൻ സാധിക്കുക, ആ പക്ഷിക്ക് ഉണ്ടാവുന്ന വലിപ്പം, അതിൻ്റെ കളർ എന്താ, അതിൻ്റെ കൂടെ എങ്ങനെയാണ്, സൗണ്ട്, കാലിൻ്റെ നീളം, കാലിൻ്റെ ലെങ്ത്തൊക്കെ നോക്കുക. പിന്നെ കാലിൻ്റെ കളറ്, പിന്നെ സ്റ്റൈൽ ഓഫ് ഫ്ലൈയിങ്, പറക്കുന്നതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇതൊക്കെ ഒബ്സർവ് ചെയ്യുക. വേണമെങ്കിൽ ബൈനോക്കുലർ ഉപയോഗിച്ചിട്ട് ഒബ്സർവ് ചെയ്യാം കേട്ടോ. ബീക്കിൻ്റെ ഷേപ്പ് ലോങ്, ഷോർട്ട്, ഷാർപ്പാണോ എന്നുള്ളത് ഏതാ. പിന്നെ ഫെദേഴ്സ് സോഫ്റ്റ് ആണോ, ലോങ് ആണോ, ഷോർട്ടാണോ, അതാണ് ഫെദേഴ്സ് സോഫ്റ്റ്, ലോങ്, ഷോർട്ട്. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നോട്ടാണ് താഴെ കാണുന്നത്. നെയിം ഓഫ് ദ ബേർഡ് പാരറ്റ്, അതിനെവിടെയാണ് കാണുക, ഈവനിങ്ങിന്, അങ്ങനത്തെ കളറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒരു ബേഡ്സിനെ കുറിച്ച് കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്. ഇനി ലെറ്റ്സ് കംപ്ലീറ്റ്. ദ ലാർജസ്റ്റ് ബേർഡ് കംപ്ലീറ്റിന് കൊടുക്കുക. ദ ലാർജസ്റ്റ് ബേർഡ് ഏതാ? ഒട്ടകപ്പക്ഷിയാണല്ലേ, ഓസ്ട്രിച്ച്. അതാണ് നമ്മുടെ ലാർജസ്റ്റ് ബേർഡ്. ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ദ ബേർഡ്സ് ഫ്ലൈയിങ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്സ്, ഇങ്ങനെ മുന്നിലേക്ക് പോയിട്ട് അങ്ങനെ തന്നെ തിരിച്ചും ബാക്കോട്ട് വരുന്ന പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. അതിൻ്റെ ഉത്തരം ഹമ്മിങ് ബേർഡ്. ഇനി ദ ഹൈയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് റുപ്പൽസ്, ഗ്രിഫോൺ, വൾച്ചർ. ഇനി ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ, ഇതൊക്കെയാണ് ഒട്ടകപ്പക്ഷിൻ്റെ എയിമുണ്ട്, കീവിയുണ്ട്, പെൻഗ്വിനുണ്ട്. ദി സ്മാളസ്റ്റ് ബേർഡ് ബി ഹമ്മിങ് ബേർഡാണ്. ഇനി ഫുഡ് ഓൾ കൈൻഡ്സ്, ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്. ആരാ പറയുന്നത്? പാരറ്റാണ് പറയുന്നത്. ഇതെൻ്റെ ധാന്യങ്ങളാണ്, എൻ്റെ ഫുഡ്. എനിക്ക് കുറേ ധാന്യങ്ങൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്, എനിക്കെന്താ ഒരു വലിയ ഫിഷ് എനിക്കും കിട്ടി. ടുഡേയ്സ് മീൽ ഈസ് ഗ്രേറ്റ്, എനിക്കിന്ന് മാംസാഹാരമാണെന്ന് ആരാ പറയുന്നത്? പരുന്ത് പറയണം അല്ലേ. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡ്, ബേർഡ് ഫുഡും. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫില്ല് ചെയ്യാനാണ്. പാരറ്റിൻ്റെ അവിടെ ഗ്രെയിൻസ്, സീഡ്സ്, ഫ്രൂട്ട്സ്. കിങ് ഫിഷർ, ഫിഷ്, സ്മോൾ ഇൻസെക്റ്റ്.
കൈറ്റ്, ഫിഷ്, മീറ്റ്, ബേഡ്സ് ഏതാ? പിജിയൻ, സീറിയൽസ്. അങ്ങനെ ഓരോന്നിനും ഓരോ ബോക്സിൻ്റെ ഒരു ഫുഡൊക്കെ എഴുതാം. പിജിയൻ സൺബേഡ് എന്ന് പറഞ്ഞാൽ തേൻകിളിയാണ്. നെക്ടർ സ്മാൾ ഇൻസെക്റ്റ്. വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ. ജല സാന്നിധ്യമുള്ള ഇടങ്ങളിലാണ് ഞങ്ങൾ ഇര തേടുന്നതെന്ന് പറയുന്നത് ആരാണ്? എരണ്ടകൾ. ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദി പ്രേ. എന്താ? ഇരയെ റാഞ്ചി പിടിക്കാൻ എനിക്കിഷ്ടമെന്ന് പറയുന്നത് പരുന്ത്. പുൽവിത്തകളും ധാന്യമണികളും കൊത്തി തിന്നുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നത് ഐ ലൈക്ക് ടു പെക്ക് ആൻഡ് ഈറ്റ് ഗ്രാസ്, സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. ആരാണ്? കുരുവിയാണ് പറയുന്നത്. ഐ ആം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റേഴ്സ്. ആരാണ്? പപ്പക്കായ കൊത്തി കഴിക്കുകയാണല്ലേ. ആരാണ്? കൊട്ടുറുവനാണത് കേട്ടോ. ഇനി അടുത്ത പേജിൽ വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബേർഡ് ഈറ്റ്? ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ്. ഓരോ പക്ഷിക്കൂട്ടിലും കൊടുത്തിട്ടുണ്ടല്ലേ ആരൊക്കെയാണ് കഴിക്കുന്നതെന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പഴങ്ങൾ, ഫ്രൂട്ട്സ് തിന്നുന്നവരാണ് ചിന്നക്കൊട്ടുറുവനും കുയിലും, സ്പാരോ, ബുൾബിളും. പിന്നെ തേൻ നുകരുന്നവരാണ് തേൻകിളി, മഞ്ഞക്കിളി, കാടുമുഴക്കി, മണ്ണാത്തിപ്പുള്ളു. ചെറുപ്രാണികളെ ഭക്ഷണമാക്കുന്നവരാണ് മൈന, വുഡ്പെക്കർ, ബബ്ലർ, ട്രീപ്പൈ. ഇനി ധാന്യങ്ങൾ കൊത്തി കഴിക്കുന്നവരാണ് മൈന, പ്രാവ്, സ്പാരോ. പിന്നെ ഇരയെ കഴിക്കുന്നവരാണ് കഴുകനും പരുന്തും. വെള്ളത്തിൽ ഫിഷിന് ഈറ്റേഴ്സ് അതാണ് ഫിഷ് ഈറ്റേഴ്സാണ് എരണ്ടയും കൊക്ക്, പൊന്മാനും, കുളക്കോഴി. സ്ട്രോക്ക് കിങ് ഫിഷറും സീഗോഡ്.